ഒരു കല്യാണ പരിപാടിയാണ്. സാധാരണ നമുക്കറിയാലോ കല്യാണത്തിൽ അത്യാവശ്യം ഡാൻസും പരിപാടികളൊക്കെ ഇപ്പോൾ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത്ര ഒരു വൈബില്ല എന്ന് അവിടുത്തെ ഒരു മുത്തശ്ശിക്ക് തോന്നി. എന്നാൽ ശരി, അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റില്ലല്ലോ, ഈ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് കരുതി മുത്തശ്ശി തന്നെ ഒന്ന് സ്റ്റെപ്പിട്ടങ്ങ് തുടങ്ങി. അങ്ങനെ ബേബിയമ്മ തുടക്കം കുറിച്ചത് അവസാനം ന്യൂജൻ പിള്ളേർ കൂടി ഏറ്റുപിടിക്കേണ്ടി വന്നു. അങ്ങനെ കല്യാണ പരിപാടി നല്ല അടിപൊളിയായി എന്നതാണ് സത്യം. നടന്ന പരിപാടിയാണെങ്കിലും അരുൺ അമൃതാഥാണ് നമ്മളോട് ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുക. അരുൺ, അങ്ങനെ ചടഞ്ഞിരുന്ന കുട്ടികളെ ഉഷാറാക്കാൻ ഈ ബേബിയമ്മ ഇറങ്ങിയെങ്കിൽ നേരത്തെയും ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുള്ള ആകാം. ഒരുപക്ഷെ ചെറുപ്പകാലത്തൊക്കെ വളരെ വൈബ്രൻ്റ് ആയിരുന്ന ആളായിരിക്കും അല്ലേ? ദിവിഷേട്ടാ, ഈ ബേബി എന്ന ഒരു പേര് അന്വർത്ഥമാക്കുന്ന പ്രകടനം തന്നെയായിരുന്നു അമ്മയുടെ. നമ്മളൊക്കെ എത്ര പ്രായം കൂടിയാലും നമ്മൾ മനസ്സെപ്പോഴും ചെറുപ്പമായിരിക്കുക, ചുറുചുക്കോടെ ഇരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അത് തെളിയിച്ച് തന്നെ കാണിച്ചിരിക്കുകയാണ്. എന്താണ് ആ ഡാൻസ്, എന്താണ് ആ മൊമെൻറ്റ്സ്, അവർ ആ മൂമെൻറ്റ്സ് ഒക്കെ ആ കുട്ടികളൊക്കെ അത് ഏറ്റെടുത്തു പോയി. അവർ സൈഡിൽ നിന്ന് ഈ പാട്ടിനൊപ്പം താളം പിടിക്കുകയായിരുന്നു ഈ ബേബിയമ്മ. അപ്പോൾ ഒരു കുട്ടിയാണ് സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റി. പിന്നെ അവിടുത്തെ അട്രാക്ഷൻ ബേബിയമ്മയായി മാറി എന്നുള്ളതാണ്. ആ ഡാൻസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കണ്ടു. നമ്മളൊക്കെ പലപ്പോഴും ഈ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് എത്ര പ്രായം ഒരു അക്കങ്ങൾ മാത്രമാകുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു. അവിടെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സന്തോഷിക്കുക, അടിച്ചങ്ങ് പൊളിക്കുക, അത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ കഴിയുന്നിടത്തോളം സന്തോഷം. ഞാൻ ആ പോളിസിയിൽ വിശ്വസിക്കുന്ന ആളാട്ടോ. എൻ്റെയൊക്കെ സ്റ്റെപ്പ് ദിവിഷേട്ട കണ്ടിട്ടില്ല. അവിടെ നല്ല ആളോടെ പറയുന്നത് ദിവിഷേട്ടൻ്റെ സ്റ്റെപ്പ് ന്യൂസ് ഫ്ലോറിൽ ഡാൻസ് കളിച്ച ആളാണ് ദിവിഷേട്ട. അതെല്ലാം പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ സന്തോഷിക്കുക പറയാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അതാണ് ബേബിയമ്മ കാണിച്ചത് ദിവിഷേട്ട. ഞാൻ എല്ലാവരും അല്ല പറഞ്ഞത്, ബേബിയമ്മയുടെ കാര്യമാണ്. ഞാനിപ്പോഴും ഒരു നമ്പറായിട്ട് പോലും കാണുന്നില്ല ഏജിനെ എന്നുള്ളതാണ്. ഞാനിപ്പോഴും അതേ ലെവലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്പറായിട്ടൊന്നും കണക്ക് കൂട്ടുന്നില്ല ദീക്ഷേട്ടാ. ഇപ്പോൾ ബേബിയമ്മ എന്തായാലും അടിച്ചു പൊളിച്ചു. ആ പാട്ടിൻ്റെ ആ സ്റ്റെപ്പ് തന്നെ ഞാൻ എത്ര പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ടു എന്നറിയോ. ഇതിൻ്റെ പുറമെ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, ആ റിപ്പീറ്റ് അടിച്ച് തന്നെ കണ്ടു. അതോടൊപ്പം നമുക്ക് തരുന്ന ഒരു ചിരി, സന്തോഷം, അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ, ആ പ്രേക്ഷകർക്കൊക്കെ ആ ഒരു വൈബും ആ ഒരു ഫീലും കിട്ടും. ആ ഒരു എപ്പോഴും വൈബ്രൻ്റ് ആയിരിക്കുക, യങ് ആയിരിക്കുക എന്നുള്ളത് അത് പ്രവൃത്തിയിലൂടെ തന്നെ തെളിയിച്ച ഒരു ഡാൻസ് പെർഫോമൻസ് തന്നെയാണ്. ആ ചുവടുകൾ, ആ സ്റ്റെപ്പ്, അതൊക്കെ വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെ. ബേബിയമ്മയുടെ ഒരു സൂപ്പർ പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കണ്ടത് ദീക്ഷേട്ടാ.